നമസ്കാരം. തൊഴിൽ വാർത്തകൾ വായിക്കുന്നത് ഹാരിസ് രാജ്. ഭീകരന്മാരെ ആവശ്യമുണ്ട്. പണത്തിനു വേണ്ടി രാജ്യത്തുടനീളം ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി ഇന്ത്യക്കാരായ ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം യുവാക്കൾക്ക് പ്രത്യേക പരിഗണന. ആവശ്യത്തിനനുസരിച്ച് ഏതു വേഷവും സ്വീകരിക്കുന്നതിന് തയ്യാറുള്ളവരായിരിക്കണം അപേക്ഷകർ. ജാതി, മത, വർഗ വ്യത്യാസം ഒന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. വാർത്തകൾ കഴിഞ്ഞു. രാജ് ന്യൂസ്. ഇതുപോലൊരു പരസ്യം ഇതിനു മുൻപ് നിങ്ങൾ കണ്ടു കാണില്ല, കേട്ട് കാണില്ല. കാരണം ഇത്തരം ഒരു പരസ്യം കൊടുക്കാൻ ആർക്കും കഴിയില്ല. അതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അവർ അത്തരമൊരു പരസ്യം കൊടുക്കാത്തത്. ആര്, എന്തിന് അറിയണ്ടേ? പറയാം. എല്ലാ മേഖലകളിലും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ. സാമ്പത്തികമായും തൊഴിൽപരമായും IT പരമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് മറ്റുള്ള എല്ലാ രാജ്യങ്ങളെക്കാൾ വളരെ വളരെ കൂടുതലാണ്. ആഫ്രിക്ക മുതൽ അമേരിക്ക വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ മേഖലകളിലും ഇന്ത്യക്കാരന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് മലയാളിയുടെ. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ ഓഫീസിൽ പോലും നിങ്ങൾക്ക് ആ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. ഈ നില തുടർന്നാൽ അധികം താമസിയാതെ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ഇന്ത്യ എല്ലാ തരത്തിലും മുന്നിലെത്തും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും ഇന്ത്യ. മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ താൽപര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അത് അനുവദിച്ചുകൂടാ എന്നവർ ചിന്തിച്ചു. അതിനൊരു മാർഗമേ ഉള്ളൂ. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കുറയ്ക്കണം. അതിന് പലവിധ പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ചിലത് പറയാം. ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുക, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതാക്കുക, അവർ തമ്മിൽ ശത്രുത ഉണ്ടാക്കുക, ആ ശത്രുത വളർത്തുക, അവസരം കിട്ടുമ്പോൾ അവരെ തമ്മിലടിപ്പിക്കുക. അതിന് ഇന്ത്യയിൽ നിന്ന് തന്നെ ആളുകളെ കണ്ടെത്തണം. കേരളക്കാരെ കൂടുതൽ ഉൾക്കൊള്ളിക്കണം. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ഭീകരരാക്കണം. അവരെ കൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യിക്കണം. ബാക്കിയുള്ളത് ഭൂരിപക്ഷം നോക്കിക്കൊള്ളും. ഇത് വിജയിച്ചാൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കുറയ്ക്കാൻ കഴിയും. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. എങ്കിലും ചില സംശയങ്ങൾ ബാക്കിയായി അല്ലേ? ബാക്കി കൂടി കേൾക്കും. ഇനി എങ്ങനെയാണ് അവരത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ വർഗീയത വളർത്തുന്ന പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു. അതിന് കിട്ടുന്ന കമന്റ്സ് നോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ജനങ്ങളെ വിവിധ ഗ്രൂപ്പുകളാക്കുന്നു. ഈ ഓരോ ഗ്രൂപ്പുകളെയും ഇവർ തന്നെ പുറകിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്നു. എരുതിയിൽ എണ്ണ പകരുന്ന തരം പോസ്റ്റുകൾ വീണ്ടും ഉണ്ടാക്കിവിടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ സ്ട്രോങ് കമന്റ്സ് കൊടുക്കുന്നവരെ ഇവർ തേടിയെത്തുന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവരെ കൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നു. ഒന്നിലും പെടാത്ത, ഒന്നും അറിയാത്ത പാവങ്ങൾ അതിൽ ബലിയാടുകളാകുന്നു. സംഭവം കത്തിപ്പിടിച്ചു എന്ന് കണ്ടാൽ പിന്നെ അവരെ കാണില്ല. തുടക്കത്തിൽ പണം സ്വീകരിച്ച അക്രമങ്ങൾക്ക് കൂട്ടുന്നവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ തന്നെ പോലീസിന് കൈമാറുന്നു. അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് പുതിയ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. ഇതാണ് അവരുടെ പ്രോഗ്രാം. ഇനി അവരെവിടെ വരെ എത്തിയെന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ വർഗീയ പോസ്റ്റുകൾ നിറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വർഗീയത ഉള്ളവരെ അവർ നോട്ട് ചെയ്തു കഴിഞ്ഞു. ചിലരെ സമീപിച്ചു കഴിഞ്ഞു. ഹിന്ദു സഹോദരന്മാരെ സ്വാമിമാരുടെ വേഷത്തിലും, മുസ്ലിം സഹോദരന്മാരെ മുസ്ലിം പണ്ഡിതരുടെ വേഷത്തിലും, ക്രിസ്ത്യൻ സഹോദരന്മാരെ അവരുടെ പുരോഹിതരുടെ വേഷത്തിലും ഇവർ സമീപിക്കുന്നു. ചിലരെ കൊണ്ട് ചിലത് ചെയ്യിച്ചും കഴിഞ്ഞു. ഒരു ഉദാഹരണം പറയാം. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനത്തിലെ ക്രിസ്ത്യൻ അധ്യാപകനെ കൊണ്ട് മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിന്റെ നായകനെ നിർബന്ധിച്ച് ചീത്ത വിളിപ്പിച്ചു. അന്ന് ആ അധ്യാപകൻ കരഞ്ഞു പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ ആ പ്രവാചകനെ ചീത്ത വിളിക്കുക? പക്ഷെ വൈകിപ്പോയിരുന്നു. ഒരിക്കൽ അവരുടെ വലയിൽ വീണു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കുമാവില്ല. അഥവാ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങളെ അവർ കൊന്നുകളയും. അതല്ലെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാക്കി മാറ്റും. അതുമല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ പാകത്തിനുള്ള കേസുകൾ നിങ്ങളുടെ തലയിൽ അവർ കെട്ടിവെച്ചു തരും. അതാണ് അവരുടെ സിസ്റ്റം. അതൊരു വലിയ പ്ലാനായിരുന്നു. അതിന്റെ പേരിൽ ആ സ്ഥാപനത്തെ തന്നെ ആക്രമിക്കാൻ മറ്റൊരു ഗ്രൂപ്പിനെ ഇവർ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷെ ആ മാനേജ്മെന്റ് വളരെ ബുദ്ധിപൂർവ്വം ഉണർന്നു പ്രവർത്തിച്ചു. ആ അധ്യാപകനെ ഉടനെ തന്നെ അവർ സസ്പെൻഡ് ചെയ്തു. ആ വിവേകശാലികളായ മാനേജ്മെന്റിനോട് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടുണ്ട്. അവരുടെ ആ വിവേകത്തിനു മുന്നിൽ ഭീകരന്മാരുടെ വലിയ ഒരു പദ്ധതി തന്നെയാണ് പാളിപ്പോയത്. വിവേകം അതുതന്നെയായിരിക്കട്ടെ ഇനിയെന്നും നമ്മുടെയും ആയുധം. ഇനി മറ്റൊരു സംഭവം പറയാം. സ്ഥലം പറയുന്നില്ല. അയൽപ്പക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ഒരു അനുയായിയുടെ വീടാക്രമിക്കാൻ ഒരു സംഘം എത്തി. അവർ ആ വീടിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. ആ വീട്ടുടമസ്ഥന്റെ തലപൊട്ടി രക്തം വാർന്നൊഴുകി. ബഹളം കേട്ട് ഓടിയെത്തിയ ജാനകിയമ്മ ആ സംഘത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇനിയൊരടി മുന്നോട്ട് വെക്കരുത്. എന്റെ ഈ സഹോദരന്റെ ശരീരത്തിൽ ഇനി ഒരു തരി മണ്ണ് വീഴണമെങ്കിൽ
അതെന്റെ ശവശരീരത്തിൽ ചവിട്ടിയിട്ട് മതി എന്ന അമ്മ സധൈര്യം, ആ സ്നേഹമയ്യായ അമ്മ ആ സംഘത്തോട് വിളിച്ചു പറഞ്ഞു. ഇത് കണ്ട അവരുടെ മക്കളും അവരോടൊപ്പം ചേർന്നു. ആ കുടുംബത്തിന്റെ സ്നേഹത്തിനു മുന്നിൽ ഭീകരന്മാരുടെ മറ്റൊരു പദ്ധതിയും പാളിപ്പോയി. സ്നേഹം അത് തന്നെ ആയിരിക്കട്ടെ ഇനിയെന്നും നമ്മുടെയും പരിചയം. എന്റെ സഹോദരങ്ങളെ, ഇനിയൊരിക്കലും വർഗീയത നിറഞ്ഞ പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുക്കാതിരിക്കുക. വർഗീയതയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യാതിരിക്കുക. ആരെങ്കിലും ഇനി നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ തന്നെ സഹോദരങ്ങളെ ഉപദ്രവിക്കാൻ ഉപദേശിച്ചാൽ അവരിൽ നിന്നും അകന്നു പോവുക, അവരെ ഒറ്റപ്പെടുത്തുക. അവരുടെ ഈ അതീവ രഹസ്യങ്ങൾ എന്റെ സഹോദരങ്ങളായി നിങ്ങളുമായി പങ്കുവച്ചതിനാൽ ഞാൻ അവരുടെ ശത്രുവായി കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നെയും ഷാനവാസിനെയും പോലുള്ളവരുടെ ജീവനെടുക്കാനേ അവർക്കാവൂ. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഈ ലോകത്തു നിന്നും എടുത്തു മാറ്റാൻ അവർക്കാവില്ല ഒരിക്കലും. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇക്കാരണത്തിന് ജീവൻ നഷ്ടപ്പെടുന്നതിൽ എനിക്ക് വിഷമമില്ല. എന്റെ കോടിക്കണക്കിന് സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് എന്റെ ഈ ജീവൻ ബലി നൽകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങളാരും തീവ്രമായി പ്രതികരിക്കരുത്. വിവേകം അതായിരിക്കണം നമ്മുടെ ആയുധം. സ്നേഹം അതായിരിക്കട്ടെ നമ്മുടെ പരിച. വിവേകത്തിനു മുന്നിൽ തോൽക്കാത്ത ആയുധങ്ങളില്ല. സ്നേഹത്തിനു മുന്നിൽ അടിയറവ് പറയാത്ത ആയുധങ്ങളുമില്ല. തോക്കുകൊണ്ടും ബോംബ് കൊണ്ടും നേടാനാവാത്തത് സ്നേഹം കൊണ്ടും വിവേകം കൊണ്ടും നമുക്ക് നേടാനാകും. എല്ലാം അറിയുന്ന സർവശക്തനായ സകലത്തിനും ഉടമസ്ഥനായ തമ്പുരാന്റെ അനുഗ്രഹം സർവചരാചരങ്ങളിലും സകല ജീവജാലങ്ങളിലും ഉണ്ടാകട്ടെ. ഈ ലോകത്തും ഇനിയൊരു ലോകമുണ്ടെങ്കിൽ അവിടെയും സകലർക്കും സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്വന്തം ഹാരിസ് രാജ്.